ഓർമ്മ നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ ഡെപ്ത് ഉള്ളതാണ്. കാരണം പറഞ്ഞു തന്നത്, പഠിച്ചത്, നമ്മളെ ഗുരുക്കന്മാർ, ടീച്ചേഴ്സ് പഠിപ്പിച്ചു തന്നത്, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, താനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൻ്റെ അച്ഛൻ, അമ്മ, കുടുംബം, ഭാര്യ, കുട്ടികൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം മറക്കും. സ്മൃതിഭ്രംശ. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. പിന്നെ വരുന്നത് എന്താണ്? ബുദ്ധിയെ നശിക്കുക. ബുദ്ധിനാശാത് പ്രണശ്യത്. ആ ബുദ്ധിയുടെ നാശമാണ് ഒരുവന്റെ സർവനാശം. അപ്പൊ ഈ നാശം ഉണ്ടാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ധ്യാനമാണ്. ഏത് ധ്യാനം? വിഷയധ്യാനം. ധ്യാനം രണ്ടെണ്ണമാണുള്ളത് ആകെ. ഒന്ന് സ്വരൂപധ്യാനം. അത് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാലവിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. തനിക്ക് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഉള്ള എല്ലാ സംഘങ്ങളെയും, ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം, ദോഷം, ഇതിനെയൊക്കെ മാറ്റിയിട്ട് അത് ഞാനാകുന്നു എന്ന് ഞാൻ ധ്യാനിക്കുക. അതാണ് സ്വരൂപധ്യാനം. അത് ഒരുവനെ ഉത്കർഷത്തെ, അവൻ്റെ ഏറ്റവും അവനെ അറിയുന്നത്. ഗാന്ധിജി അതാ പറയണത്. ഒരേ ധ്യാനത്തിൽ, ധ്യാനം കൊണ്ട് സർവനാശവും സർവ ഉത്കർഷവും.